ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബികയും ദീപക്കും കൂടെ പുറത്തോട്ടിങ്ങോട്ട് വരുമ്പോൾ ഋതികയും രാജുവും കൂടെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. ദീപക്ക് പറയുക, അമ്മേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അംബിക ഡാ എന്നൊരലർച്ച. അത് കേട്ട് പെട്ടെന്ന് രാജുവും ഋതികയും അങ്ങ് ഞെട്ടിപ്പോയി. നീ എന്തിനാടാ അവളുടെ കയ്യെ കയറി പിടിച്ചത്? ഋതിക അപ്പോൾ പറയുക, രാജു എൻ്റെ കയ്യാലൊന്നും കയറി പിടിച്ചതല്ല, എനിക്ക് വിവാഹത്തിൻ്റെ ആശംസകൾ പറഞ്ഞതാ. ഓ, വിവാഹത്തിൻ്റെ വിഷയം ഇതാണോ? ഓ സാരമില്ലമ്മേ, അതങ്ങ് വിട്ടേരെ. ആഹാ, നീ മിണ്ടായിരിക്കടാ. അവൻ്റെ ഒരു വിഷ്. ആർക്ക് വേണോടാ നിന്റെ വിഷ്? അല്ല, നീ ഇനി ആശംസിച്ചാലേ ഈ വിവാഹം നടക്കത്തുള്ളോ? ആശംസയും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുക്കാൻ നീ ആരാടാ? മുനികുമാരനോ അതോ ദൈവമോ? അംബിക കലിതുള്ളിക്കൊണ്ട് പറയുക, എടാ, വേലക്കാരൻ വേലക്കാരൻ്റെ സ്ഥാനത്ത് നിന്നാ മതിയെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഋതികയ്ക്ക് അത് ഒട്ടും സഹിച്ചില്ല. ഋതിക പറയുക, എന്തിനാ അമ്മായി അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് രാജുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അയ്യടാ, കാമുകനെ പറഞ്ഞപ്പോൾ കാമുകിക്കങ്ങ് നൊന്തോ? ഋതികേ, നാളെ നിന്റെ വിവാഹമാണ് എൻ്റെ മകനുമൊത്ത്. നീ ഇനി ആരോട് സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ അംബിക തീരുമാനിക്കും. അത് കേട്ടിട്ട് ഋതിക പെട്ടെന്ന് രാജുവിനെ നോക്കുവാണ്. രാജുവിനും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇവിടെ കൊഞ്ചിക്കൊഴഞ്ഞോണ്ട് നിൽക്കാതെ പോടി നിന്റെ മുറിയിലോട്ട്. എടീ, നിന്നോട് പോകാനാ പറഞ്ഞത്. അത് കേട്ട് പാവം ഋതിക കരഞ്ഞോണ്ടങ്ങ് ഓടിപ്പോവുകയാണ്. കരഞ്ഞോണ്ട് ഓടുന്ന ഋതികയെ ഒരു മന്ദബുദ്ധി നോക്കുന്ന പോലെ ഇങ്ങനെ രാജു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അംബിക കിട്ടിയ അവസരം രാജുവിനെ കളിയാക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. മോനെ രാജു, രാജകുമാരനാകാൻ സ്വപ്നം കണ്ട വിഡ്ഢി കുമാര, എൻ്റെ മോനുമായി ഋതികയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിന്റെ നിഴല് പോലും ഈ പരിസരത്തെങ്ങും കാണാൻ പാടില്ല. ദീപക്കും കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. എടാ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, വിവാഹം കഴിയുന്നത് വരെ ഇവിടുള്ള പണികളൊക്കെ ചെയ്ത് വയറ് നിറച്ച് സദ്യയും കഴിച്ച് കിട്ടുന്ന നക്കാപ്പിച്ച അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് എന്നേക്കുമായി നീ ഇവിടുന്ന് പടിയിറങ്ങിക്കോണം. ഇത്രയൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയുനിച്ചിങ്ങനെ ഒരു പൊട്ടനെ പോലെ നിൽക്കുന്ന രാജുവിനെ മനസ്സിലായോടാ എന്നും പറഞ്ഞ് ദീപക് ആ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിട്ട് വലിക്കുവാണ്. അംബിക പറയാ, വിട്ടേക്ക് മോനെ, ചത്ത പാമ്പിനെ അടിക്കരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ? തലയും കുനിച്ച് ഒന്നും മിണ്ടാതെ രാജു അങ്ങ് നടന്നു പോവുകയാണ്. അംബിക മോനോട് പറയാ, അവൻ നന്നായിട്ട് വരണ്ടിട്ടുണ്ട് മോനെ. ശരിയമ്മേ, അവൻ്റെ ശല്യം ഇന്നത്തോടെ തീരാൻ പോവുക. കല്യാണ ഒരുക്കങ്ങൾ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ തകർത്ത് പിടിച്ച് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഋതികയെ ഒരുക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. അംബിക ഓടി വന്ന് ദീപക്കിനോട് പറയാം, ദാണ്ടമ്മോനെ, ഇവരാണ് സ്വാതിയും നീതുവും. അമ്മേ, ഇവർ നല്ലതുപോലെ മേക്കപ്പൊക്കെ ചെയ്യുമല്ലോ. എടാ, ഇവർ നല്ല ഒന്നാന്തരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാ. ഞാൻ ഇവരുടെ ബ്യൂട്ടി പാർലർ സ്പാ ചെയ്യാൻ പോകുന്നത്. നീ എൻ്റെ ഹെയർ കണ്ടില്ലേ? എല്ലാം ഇവർ ചെയ്തതാ. ആ, നന്നായിട്ടുണ്ടമ്മേ. അല്ല, നീ ഇതാർക്കാ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. ആണോ? എല്ലാവരും വരട്ടെ മോനെ, നമുക്കോട്ട് അടിച്ച് പൊളിക്കണം. അംബികയാ വന്ന ബ്യൂട്ടീഷ്യൻകാരെയും കൊണ്ട് ഋതികയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. ഋതികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊരു വല്ലാത്ത രീതിക്ക് ഇങ്ങനെ ഇരിക്കുവാണ്. അല്ല, മോൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വിവാഹമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ശരിയാണോ മോളെ? നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മായി ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവരൊക്കെ ആരാ? മോക്കറിയത്തില്ലേ ഇവരെ? ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന പാർലറിലെ അവിടുത്തെ സ്വാധീൻ നീതുവായത്. വന്ന ബ്യൂട്ടീഷ്യന്മാർ ചോദിക്കുക, അയ്യോ മേഡത്തിൻ്റെ മുഖത്തെന്താ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തത്, അതും വിവാഹമായിട്ട്? ഏയ്, അങ്ങനെയൊന്നുമില്ല. അംബിക പറയുക, എന്നാൽ ഇനി സമയം കളയണ്ട, നിങ്ങൾ പെട്ടെന്ന് മോളെ ഒരുക്ക്. എന്നെ ഒരുക്കാനോ? എന്തിനാ അമ്മായി? അതുകൊള്ളാം, നല്ല ചോദ്യം. നാളെ വിവാഹമായിട്ട് നമുക്ക് ആഘോഷമൊക്കെ വേണ്ടേ മോളെ? എന്താഘോഷം അമ്മായി പറയുന്നേ? എൻ്റെ മോളെ, മോൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വിവാഹത്തലേന്ന് ഹൽദിയൊക്കെ നടത്താറില്ലേ? ഈ മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയത്തില്ലേ? ഇതൊന്നും മോക്ക് അറിയത്തില്ലേ? എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ഋതിക മേഡത്തിന് അറിയാതിരിക്കുവോ? മേഡം എന്തോ ആലോചിച്ചോണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. അതാ ഫേസൊക്കെ ഡല്ലായിട്ടിരിക്കുന്നത്. മോളെ, നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? അതിന് കൂടാൻ വേണ്ടി ദീപക്കിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോൾ എളുപ്പം മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് വരണേ. ഹൽദിയൊക്കെ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണ്ടേ? ഈ കുടുംബത്തിൽ നടക്കുന്ന ഭയങ്കര സന്തോഷകരമായൊരു വിവാഹമല്ലേ നിങ്ങളുടേത്. നമ്മൾ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് ശരിയാണോ മോളെ? അങ്ങനെ കുറവ് വന്നാലേ പ്രതാപനത് സങ്കടപ്പെടും. അതുകൊണ്ട് മോള് പെട്ടെന്ന് റെഡിയാകണം കേട്ടോ. വേണ്ട അമ്മായി, എനിക്കിതിനകത്തൊന്നും യാതൊരു താല്പര്യവും ഇല്ല. ഋതിക മോളെ, വേണ്ട, അമ്മായിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്നാലേ ഞാനത് പിന്നെ
പിന്നെ പ്രതാപനോട് പറയും. എന്നെ ദേഷ്യപ്പെടുത്തിയെന്ന് അറിഞ്ഞാൽ പ്രതാപൻ അത് വിഷമാവും. ഞാൻ പ്രതാപനെ വിളിക്കണോ എന്നിങ്ങനെ അംബിക ഹൃതിയെ വിരട്ടുവാണ്. ഇതുപോലെ തന്നെയാണ് പത്മാവതിയെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിരട്ടിയാണ് അവിടുന്ന് ഓടിച്ചത്. അയ്യോ മേഡം ഇങ്ങനെ ഹൃതികമ്മോടെ നിർബന്ധിക്കാതെ, ഇങ്ങനെ മേഡത്തിന് താല്പര്യമില്ലാതെ ഹൽദിക്ക് വന്ന് നിന്നാലേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കേണ്ടതല്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാനൊന്നുമില്ല. അംബിക വിവാഹ തലേന്ന് ഹൽദി നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി നടത്തിയിരിക്കും. പിന്നെ നിങ്ങളെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവളെ മേക്കപ്പും ചെയ്യും. ഇവിടെ മുഖത്തുള്ള വിഷമമുണ്ടല്ലോ അത് അവൾ തന്നെ അങ്ങ് മാറ്റിക്കോളും. ഇവളെ ചിരിച്ചോണ്ട് വന്ന് നിൽക്കും. ഇത് അംബികയാ പറയുന്നത്, നിങ്ങൾ ഇവളെ മേക്കപ്പ് ചെയ്തോളൂ എന്നും പറഞ്ഞ് അംബിക അങ്ങ് പോവുകയാണ്. മേഡത്തിൻ്റെ കഥകളൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അംബിക മേഡത്തിൻ്റെ സ്വഭാവം അറിയാലോ. അംബിക മേഡം സ്ഥിരം ഞങ്ങളുടെ പാർലറിൽ വരാറുള്ളതാ. മേഡം ഒരു പ്രത്യേക ടൈപ്പാ. ഋതിക മേഡം ഉള്ളിലെ വിഷമമൊക്കെ പുറത്ത് കാണിച്ച് ഫംഗ്ഷന് വന്ന് നിന്നാൽ അംബിക മേഡം ഞങ്ങളെയൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് മേഡം കുറച്ച് ഹാപ്പി ആയിട്ട് വന്ന് നിന്നെങ്കിലേ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇനി എതിർത്ത് നിന്നിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി ഋതിക അവിടെ നിന്ന് കരയുവാണ്. ദീപക്കിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കല്യാണം കൂടാൻ എത്തിയിട്ടുണ്ട്. അവർ താമസിച്ച് വന്നതിന് ദീപക് അവരെയൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എടാ, ഒരാളെ പൊട്ടനാക്കുന്നതിന് നിങ്ങളെ കഴിഞ്ഞ് വേറെ ആളെ ഉള്ളു. നീ ഞങ്ങളോട് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറുതല്ലേടാ. ദീപക് അവന്മാരോട് ചോദിക്കുക, എടാ അളിയ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? എടാ ഞങ്ങൾ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ നിന്റെ അമ്മയും അമ്മാവനും ഒക്കെ വല്ല പ്രശ്നങ്ങളുണ്ടാക്കുമോ? അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് പെർമിഷൻ ഒപ്പിച്ചോളാം. ഇപ്പം വേണ്ട, ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി. അതല്ലെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞേ എടുക്കത്തുള്ളൂടാ. ഫംഗ്ഷന് മുമ്പ് നിനക്ക് തന്നു കഴിഞ്ഞാലേ പിന്നെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതിന് പറയാൻ പറ്റില്ല. എടാ അളിയ അതൊക്കെ പണ്ടല്ലേടാ. പണ്ട് അവസാനം നമ്മളൊന്ന് കൂടിയോ നീ ഓർക്കുന്നുണ്ടോ? അന്ന് നീ അവിടെ കാണിച്ചു വെച്ച പൂകിലൊക്കെ എൻ്റെ പൊന്ന് ദീപക്കെ എന്നെ ഓർമ്മിപ്പിക്കല്ലേടാ. അവിടേക്ക് അംബിക വന്നിട്ട് പറയുന്നു, ആഹാ പഴയ കൂട്ടുകാരെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇവൻ്റെ കല്യാണത്തിന് തലേന്ന് തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞ് ഇവൻ എന്തൊരു വഴക്കായിരുന്നു ഞങ്ങളോട്. അതെല്ലാം ശരി, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചേക്കാം, ആവശ്യമില്ലാത്ത ഒരലമ്പ് കൂടെ ഉണ്ടാക്കിയേക്കരുത്. ആൻറ്റി എന്തൊരു വർത്തമാനമാണ് പറയുന്നത്. താണ്ട് ഇവൻ ഞങ്ങളെ നിർബന്ധിച്ചതാ, പാർട്ടി തരാം അത് തരാം ഇത് തരാന്നൊക്കെ. ഞങ്ങളതൊന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുക. ഞാനതെല്ലാം അങ്ങ് വിശ്വസിച്ച് എന്ന് അംബിക ഒരു കളിയാക്കൽ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെല്ലാം ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് മതി കേട്ടോ. അമ്മേ ഋതിക എന്തി അമ്മേ? എടാ അവൾ റെഡിയാകുന്നടാ. അപ്പോഴേ നിങ്ങൾ ഇവനെ നന്നായിട്ടൊന്ന് ഒരുക്കി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുപോവാ. അത് ഞങ്ങൾ ഏറ്റാൻറ്റി. എടാ നിന്റെ പെണ്ണെന്ത് പറയുന്നു? നിങ്ങൾ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, അവൾ മേക്കപ്പ് ചെയ്യുവന്ന്. എടാ അളിയാ അവസാനം നീ ഒപ്പിച്ചെടുത്ത് ഇല്ലേ? എന്തൊപ്പിച്ചെടുത്തെന്ന്? എടാ നീ നടന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ആദ്യം നിന്റെ വിവാഹ നിശ്ചയത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വേലക്കാരൻ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോവില്ലായിരുന്നു. ദീപക് അവരോട് പറയുക, ഇത്തവണയും ചിലപ്പോൾ വിവാഹത്തിന് മുൻപ് അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നടാ. അതെന്താടാ അളിയ, അവൻ ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോടാ? ആ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴില്ല, പക്ഷേ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമില്ലാത്തത്. നീ പേടിക്കണ്ടടാ, ഞങ്ങളിവിടെ ഇല്ലേ. അവൻ നിൽക്കുന്നിടത്തൊന്നും അനങ്ങാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതിന് തന്നെയാടാ ഞാൻ നിങ്ങളെയൊക്കെ നേരത്തെ തന്നെ വിളിച്ചു വരുത്തിയത്. ബാക്കി ഫ്രണ്ട്സൊക്കെ എത്തത്തില്ല ഇങ്ങോട്ട്, അവരൊക്കെ എത്തുവടാ ദീപക്കെ. സങ്കടപ്പെട്ടിരുന്ന ഋതികയെ ആ ബ്യൂട്ടീഷ്യന്മാർ വല്ല വിധത്തിലും മേക്കപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. ദീപക്കനെയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുക്കിയിട്ട് സ്പ്രേ ഒക്കെ ഒഴിച്ച് അവനെ അങ്ങ് കുളിപ്പിക്കുകയാണ്. പുതുമണവാളനെ മേക്കപ്പ് മാത്രം പോരാ, പെണ്ണടുത്ത് വന്ന് നിൽക്കുമ്പോഴേ അവൾക്ക് നല്ല സുഗന്ധവും കിട്ടണ്ടേ. ഒന്ന് പോടാ. ഓ ചെക്കനെ നാണം വന്നല്ലോ. പിന്നെ ഒരു നാണം. ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ ദീപക് എന്നാടാ നാണം കാണിച്ചിട്ടുള്ളത്? എടാ അളിയ ഹണിമൂൺ എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചോ? അതില്ലടാ, എങ്കിൽ നിന്റെ ഹണിമൂൺ ഞങ്ങൾ സ്പോൺസർ ചെയ്യും. നിന്റെ ഡ്രീം പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. എത്ര ചിലവായാലും എവിടേക്കാണെങ്കിലും അത് ഞങ്ങൾ നോക്കുവളിയാ. സ്റ്റേറ്റ്സോ ദുബായോ എവിടേക്കാന്ന് വെച്ചാൽ പറയളിയാ. കല്യാണം കഴിഞ്ഞിട്ട് അവളുമായിട്ടൊന്ന് പോകണം. പക്ഷേ മധുവിധു അതിവിടെ വെച്ച് തന്നെ വേണം, എന്നാലേ കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളത്തുള്ളൂ. രാജുവിനെ കൊണ്ട് ആ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ ഒരുപാട് ജോലി ചെയ്യിക്കുന്നുണ്ട്. രാജു കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ അതിലൊരുത്തൻ പറയുന്നു, എത്ര നേരമായി നിന്നോട് ഇതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, നിനക്കെന്താ ഇതൊക്കെ ചെയ്യാൻ വല്ല മടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രാജുവിനോട് ചാടുവാണ്. ഞങ്ങൾ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലയോടാ എന്നൊക്കെ പറയുമ്പോൾ രാജു സോറി എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, എന്ത് പറഞ്ഞാലും ഒരു സോറി അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോടാ. ഇങ്ങനെ ചാടുന്നത് കണ്ടുകൊണ്ട് ശേഖരം യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. അവരത് കണ്ട് വളരെ സങ്കടപ്പെടുവാണ്.
ഈ ചെയറൊക്കെ പിടിച്ച് നേരെ ഇട്ടിട്ടേ ആ കിടക്കുന്ന പേപ്പറൊക്കെ പെറുക്കി പുറത്തോട്ട് കളഞ്ഞോണം. പറഞ്ഞു കേട്ടല്ലോടാ എന്നൊക്കെ ഇങ്ങനെ രാജുവിനോട് വീണ്ടും ചാടുവാണ്. അപ്പോഴാ സമയത്ത് പ്രതാപവർമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ശേഖര എന്ന് ചോദിക്കുമ്പോൾ ശേഖരൻ പറയുന്നു, എല്ലാ കാര്യത്തിൻ്റെ മേൽനോട്ടം നോക്കാൻ രാജുവിനെ ഏൽപ്പിച്ചിട്ട് എല്ലാ പണികളും ഇവരിപ്പോൾ രാജുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാണല്ലോ. പ്രതാപൻ നോക്കുമ്പോൾ രാജു അവിടെ കുത്തിയിരുന്ന് തറയെ കിടക്കുന്ന പേപ്പറൊക്കെ നുള്ളിപ്പെറുക്കുന്നതാണ് കാണുന്നത്. ചേട്ടാ, ഇതാരോ പറഞ്ഞ് ചെയ്യിക്കുന്ന പോലെ അടിമപ്പണിയും കുത്തുവാക്കുകളുമാണ് പറയുന്നത്. അത് കണ്ടിട്ട് വർമ്മ രാജുവിനെ വിളിച്ചിട്ട്, രാജു നീ എന്തിനാ ഈ പണികളൊക്കെ ചെയ്യുന്നത്? നിന്നോട് ആരെങ്കിലും അതിരുവിട്ട് സംസാരിക്കുകയോ വിഷമിപ്പിക്കുകയോ വല്ലതും ചെയ്തോ? സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് രാജു പറയുക, ഇല്ല സാറേ, അവരുടെ അടുത്തു നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് പോരല്ലോ, കൂടെ നിന്ന് സഹായിച്ചെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ. അംബിക വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് വന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നു, പ്രതാപ നീ എന്താ ഈ വേഷത്തിൽ? നിനക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ റൂമിലോട്ട് കൊടുത്തു വിട്ടതാണല്ലോ. ചേച്ചിക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ കളറുള്ള ഡ്രസ്സുകളും വിലപിടിപ്പുള്ള ഡ്രസ്സുകളും ഒന്നും ഇടുന്നത് എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ലെന്ന്. അതൊക്കെ എനിക്ക് അറിയാം പ്രതാപ. നമ്മുടെ കുട്ടികളുടെ സന്തോഷകരമായൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ ഇങ്ങനെ സ്ഥിരം വേഷത്തിൽ നിന്നാൽ അതെങ്ങനെയാടാ പ്രതാപ ശരിയാകുന്നത്? ഇന്ന് ഈ ഫംഗ്ഷനിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോകളായിരിക്കും പിന്നെ വരുംകാലത്തിൽ നമുക്ക് മധുരമുള്ള ഓർമ്മകൾ. രാജു, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാഡം. നീ മിടുക്കനാടാ. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നോട് പ്രത്യേക മതിപ്പാ കേട്ടോ. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നീ കൃത്യമായിട്ട് തന്നെ ചെയ്യും. ഈ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടേ നീ എന്നെ വന്നോന്ന് കാണണം. നല്ല ഒരു തുക ഞാൻ നിനക്ക് സ്നേഹ സമ്മാനമായി തരുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ട മാഡം. ആ തുകയൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ കുടുംബത്തിൽ വേണ്ട ജോലികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രാജു? നിന്റെ ഋതിക മേഡത്തിൻ്റെ വിവാഹത്തിന് നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ച് വേണ്ടേ നീ ഇവിടെ വന്ന് നിൽക്കാൻ? നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടുകാർക്കും നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ രാജുവിനെ അപമാനിക്കുകയാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അല്ല, ഇനി സംസാരിച്ചു നിന്ന സമയം പോകുന്നു. നമുക്ക് ചടങ്ങ് നടക്കണ്ടേ? യാമിനി, പോയി നീ ഋതുമോളെ വിളിച്ചോണ്ട് വാ. അംബിക പറഞ്ഞിട്ട് പോകാതെ നിൽക്കുന്ന യാമിനിയോട്, യാമിനി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, പോയി വിളിച്ചോണ്ട് വാ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് യാമിനി പേടിച്ച് പോകുന്നുണ്ട്. പ്രതാപ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ദീപക്കിനെ വിളിച്ചോണ്ട് വരട്ടെ എന്നും പറഞ്ഞ് അംബിക പോവുകയാണ്. ആ സമയത്ത് ആ ഈവന്റ് മാനേജ്മെൻറ്റുകാരൻ രാജു എന്നിങ്ങനെ അധികാരത്തെ വിളിക്കുവാണ്. അത് കണ്ടിട്ട് ശേഖരൻ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ സങ്കടത്തോടെ പ്രതാപൻ, വേണ്ട, നീ എന്താ പറയാൻ തുടങ്ങുന്നതെന്ന് എനിക്കറിയാം, അത് വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. അല്ല ചേട്ടാ, ഋതുമോളുടെ ഭാവി എന്ത് ചെയ്യാനാ? അതവളുടെ വിധിയായിരിക്കും. വിധിയെ മാറ്റാൻ നമുക്ക് മനുഷ്യർക്കാവില്ലല്ലോ. അംബിക ചെന്നിട്ട് ദീപക്കെ റെഡിയായോ എന്നും പറഞ്ഞ് ദീപക്കിനെയും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക്ക് വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇറങ്ങി വരുന്നത് രാജു ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് യാമിനി ഋതികയും കൊണ്ട് പുറത്തോട്ട് വരുവാണ്. തല കുനിഞ്ഞ് സങ്കടത്തോടെ ഭയങ്കര ദുഃഖത്തോടെ ഋതിക ഇങ്ങനെ മഞ്ഞൾ കല്യാണത്തിലുള്ള വേഷമണിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഋതിക ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കുന്ന രാജുവിൻ്റെ മുഖത്തോട്ടാണ്. രാജുവും ഋതിക ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു ജീവശവം പോലെ നിൽക്കുന്നു. സങ്കടത്തോടെ നടന്നു നീങ്ങി വരുന്ന ഋതികയെ രാജുവിന് നോക്കാൻ കഴിയുന്നില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരയുന്നുണ്ട്. സകല നാഡീനരമ്പുകളും തളർന്ന പോലെ പ്രതാപൻ ഇങ്ങനെ സങ്കടത്തിൽ തന്നെ മകളെ നോക്കി നിൽക്കുവാണ്. ഋതിക നിറ കണ്ണുകളോടെ എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ എന്ന് യാചിക്കുന്ന ആ കണ്ണുകളോടെ രാജുവിനെ നോക്കുവാണ്. ഇതെല്ലാം കണ്ട് അംബികയും മോനും സന്തോഷത്തിൽ ഇങ്ങനെ മതിമറക്കുവാണ്. അംബിക ചിരിച്ചോണ്ട് ദീപക്കിൻ്റെ കൈ പിടിച്ച് ഋതികയുടെ കൈവാട്ട് കൂട്ടി അങ്ങ് ചേർക്കുവാണ്. അത് കണ്ട് രാജുവിൻ്റെ കണ്ണിൽ കൂടെ ഒരു കുള്ളിയാൻ മിന്നുന്ന പോലെ തോന്നുന്നു. അവന് തല കറങ്ങുന്നോ തല ചുറ്റുന്നോ ഒന്നും അറിയില്ല. രാജു അങ്ങനെ ആകെ ഒരു അബോധാവസ്ഥയിലോട്ടാകുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കല്യാണം രാജു നടത്തത്തില്ലെന്ന് ഉറപ്പാണ്. രാജു എന്തെങ്കിലും പോംവഴി അതിന് കണ്ടുപിടിക്കും. രാജുവും ഋതികയും ഒന്നാകുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.